Confidential Preetu. നന്ദിത ജോലി റിസൈൻ ചെയ്തിരിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല അവരുടെ ഈ റെസിഗ്നേഷൻ. അവരുടെ ഫോണും ഓഫാണ്. ഷീസ് ആക്ടിങ് വെരി സസ്പീഷ്യസ്. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണെന്നാണ്. അവര് നമ്മളെ കാണാനേ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, അവരെന്റെ പ്രീതുവിനെ കണ്ടേ മതിയാകൂ. എന്റെ പ്രീതു പ്രീതു എന്റെ പ്രീതുവിന്റെ അമ്മയാണ് അവർ. ഇല്ല, ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ഇത് സത്യമായിരിക്കില്ല. ഇത് സത്യമല്ല. ഇല്ല, ഇത് സത്യമായിരിക്കില്ല. ഇത് കള്ളാണ്. കൃഷ്ണ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ എന്താ എന്റെ അമ്മയെ കാണാൻ സമ്മതിക്കാത്ത? അമ്മ എന്തിനാ ഇവിടെ നിന്ന് പോയേ? അമ്മക്ക് എന്താ പറ്റിയേ? പറയൂന്നേ കൃഷ്ണ. നീ എന്താ എന്റെ അമ്മയുടെ അടുത്ത് പോകാൻ സമ്മതിക്കാത്ത? എന്തിനാ ഒറ്റയ്ക്കാക്കിയത് തന്നെ? എന്താ അമ്മയുടെ അടുത്ത് പോകാൻ സമ്മതിക്കാത്ത? പറയൂ കൃഷ്ണ, പ്ലീസ് പറയൂന്നേ. എവിടെ എന്റെ അമ്മ? എന്റെ പ്രീതു, എന്റെ പ്രീതുവിന്റെ മരണം ആക്സിഡന്റ് ആയിരുന്നില്ല. ആരോ കൊന്നതാണ്. അതൊരു മർഡർ ആയിരുന്നു. പ്രീതു, എന്റെ മോളെ, ആരാ എന്റെ കുഞ്ഞിനെ കൊന്നത്? ആരെങ്കിലും ഒന്ന് പറയൂ. പ്രീതു, പ്രീതു, എന്റെ മോളെ. അന്ന് നീ പ്രീതുവിന്റെ കാര്യത്തിൽ ഒരല്പം ശ്രദ്ധ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതം മറ്റൊന്നായിരുന്നേനെ. നിന്നെ ആരാ കൊന്നത് പ്രീതു? ആരാ നിന്നെ കൊന്നത്? പ്രീതു, സംസാരിക്ക അമ്മയോട്. അമ്മയോട് പറയൊന്ന്. ആരാ നിന്നെ കൊന്നത്? സുദേവ്? സുദേവ്, ചിലപ്പോ സുദേവിനെ അറിയായിരിക്കും. എന്റെ ഫോൺ, എന്റെ ഫോൺ, എന്റെ ഫോൺ, എന്റെ ഫോൺ എവിടെയാ? നിങ്ങൾ എന്റെ ഫോൺ കണ്ടോ? നിങ്ങൾക്കറിയോ എന്റെ ഫോൺ എവിടെയാണെന്ന്? നിങ്ങളുടെ ഫോൺ ഒന്ന് തരൂ. എന്റെ ഫോൺ, എന്റെ ഫോൺ എവിടെയാ? സുദേവ്, 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 ഫോൺ എടുക്കൂ പ്ലീസ്. നിങ്ങൾക്കറിയാലേ നമ്മുടെ പ്രീതുവിനെ ആരോ കൊന്നതെന്ന്? നിങ്ങൾക്കറിയായിരുന്നല്ലേ? പറയാൻ ഫോൺ എടുക്ക. നിങ്ങൾക്കറിയായിരുന്നല്ലേ ആരോന്ന്? എനിക്ക് സംസാരിക്കണം. എന്റെ ഫോൺ എടുക്കാൻ. നിങ്ങള് എനിക്ക് ചെറിയൊരു മോളുണ്ടായിരുന്നു. അവളെ ആരും കൊന്നു കളഞ്ഞു. അത് മർഡർ ആയിരുന്നു. അവളെന്തിനാ ആരെങ്കിലും കൊല്ലുന്നത്? നിങ്ങൾക്കറിയോ? അവളെ ആരോ കൊന്നു കളഞ്ഞു. അവളെ എന്തിനാ കൊന്നത്?
ആരെങ്കിലും ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലോ. നിങ്ങൾക്കറിയോ അവളെ ആരോ കൊന്നെന്ന്? പറയൂ, നിങ്ങൾക്കറിയോ ആരോ കൊന്നെന്ന്? ആരെങ്കിലും ഒന്ന് പറയൂ, ആരെങ്കിലും പറയൂ, ആരാ കൊന്നത്? ആരാ എന്റെ മോളെ കൊന്നത്? എന്തെങ്കിലും ഒന്ന് പറയൂ, ആരെങ്കിലും എന്നോടൊന്ന് പറയൂ. കൃഷ്ണ, നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താ എന്റെ അമ്മയെ കാണാൻ സമ്മതിക്കാത്ത? അമ്മ അന്വേഷിച്ച് ഞാൻ തളർന്നു. അമ്മ എത്ര അടുത്തായിട്ട് എനിക്ക് എന്താ അമ്മയെ കാണാൻ പറ്റാത്തത്? കൃഷ്ണ, എന്താ കൃഷ്ണ? നീ വീട്ടിലെത്തിയല്ലോ അല്ലേ? മായാടി, ഞാൻ എന്റെ അമ്മ എത്ര അന്വേഷിച്ചു, എന്നിട്ട് എനിക്ക് എന്റെ അമ്മയെ കാണാൻ പറ്റുന്നില്ലല്ലോ. അറിയാമോ, ആരെങ്കിലും ഒരിക്കൽ അമ്മയിൽ നിന്നും അകന്നു പോയ പിന്നെ ഒരിക്കലും അമ്മയെ കാണാൻ പറ്റില്ല. കൃഷ്ണ, എന്നോട് എന്തിനാ നീ ഇങ്ങനെ ചെയ്ത്? എന്റെ അമ്മയെ കാണാൻ എന്താ സമ്മതിക്കാത്ത? വായടി, എനിക്ക് ഇനി അമ്മയുടെ അടുത്ത് പോകാൻ ഒരിക്കലും പറ്റില്ല. ഇനി പറ്റില്ല അമ്മയുടെ അടുത്ത് പോവാൻ. ഞാൻ എന്റെ അമ്മയെ അന്വേഷിച്ച് തളർന്നു പോയി. എവിടെ എന്റെ അമ്മ? ഇനി ഞാൻ എന്ത് ചെയ്യോ? ഞാൻ നിന്നെ തളരാൻ അനുവദിക്കില്ല പ്രീതു. നോക്ക്, ഞാൻ മോളുടെ അമ്മയെ കണ്ടുപിടിക്കുന്നതിന്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. തീർച്ചയായും നന്ദിത മാമിനെ കണ്ടുപിടിച്ചിരിക്കും. പിന്നെ മോളെ, അമ്മയെ കണ്ടുപിടിക്കുന്നത് മോളുടെ മാത്രം ലക്ഷ്യമല്ല, മറിച്ച് അതെന്റെയും കൂടി ജീവിത ലക്ഷ്യമായിരിക്കുകയാണ്. അങ്ങനെ തോറ്റു കൊടുക്കില്ല ഞാൻ. നോക്ക് മോളെ, മോളുടെ അമ്മയെ ഞാൻ മോൾക്ക് കാണിച്ചു തന്നിരിക്കും. അതെ പ്രീതു, മോളുടെ അമ്മയെ നമ്മൾ ഉറപ്പായിട്ടും കണ്ടെത്തിയിരിക്കും. ഉറപ്പായി. താങ്ക് യു വായടി. ഐ ലവ് യു. നീയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. മോളുടെ അമ്മയെ ഞാൻ മോൾക്ക് കാണിച്ചു തന്നിരിക്കും. അതെ പ്രീതു, മോളുടെ അമ്മയെ നമ്മൾ ഉറപ്പായിട്ടും കണ്ടെത്തിയിരിക്കും. ഉറപ്പായി. താങ്ക് യു വായടി. ഐ ലവ് യു. നീയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അറിയാമോ, നീ ആരുടെ അമ്മയായിരുന്നാലും ആ വാവ ഏറ്റവും ലക്കി ബേബി ആയിരിക്കും. ഏറ്റവും ലക്കിയസ്റ്റ് ബേബി ആയിരിക്കും. എനിക്ക് അറിയാം. നിന്റെ കല്യാണം മുടങ്ങിപ്പോയില്ലേ? നിനക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. നിനക്ക് അമ്മയാകാൻ കഴിയില്ല. സുചി ശർമ്മ, താനെന്താ സൈലന്റ് ആയത്? ഇനിയും കരയേ? യു നോ വാട്ട്, അന്ന് താൻ എന്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചില്ലേ? അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ്
താനൊന്ന് നന്നായി കരഞ്ഞു കാണണമെന്ന്. എന്റെ അമ്മ പറയാറുണ്ട്, കരയുന്നവരെ നോക്കി ചിരിക്കുന്നവർ അടുത്ത ജന്മത്തിൽ കരടിയായി ജനിക്കുമെന്ന്. കരടിയാവാൻ തയ്യാറായിക്കോ? ആണോ? സുജി ശർമ്മ, എനിക്ക് തന്റെ ഈ കണ്ണുനീര് കടമായിട്ട് തരാവോ? എന്തിന്? ഒന്നുമില്ല. എന്റെ അമ്മ പറയാറുണ്ട്, മറ്റുള്ളവരുടെ കണ്ണിലെ കണ്ണുനീര് കണ്ട് നമ്മുടെ കണ്ണിലും കണ്ണുനീര് വന്നാ അതിന്റെ അർത്ഥം നമ്മുടെ ബന്ധവും വളരെ സ്ട്രോങ് ആകുമെന്നാണെന്ന്. സാറെന്താ ഉദ്ദേശിച്ച്? എന്നുവെച്ചാ ഞാൻ തന്റെ ബോസ് ആണെന്ന്, പിന്നെ താൻ എന്റെ എംപ്ലോയിയും. പ്രസന്റേഷന്റെ ഒരുപാട് ജോലികൾ ഇനിയും ബാക്കിയാണ്. താൻ ഇവിടെ ഇരുന്നിങ്ങനെ ഇതുപോലെ പൊട്ടിക്കരഞ്ഞോണ്ടിരുന്നാ തന്റെ ജോലി പിന്നെ ആര് ചെയ്യും? നിങ്ങൾ വളരെ ഇൻസെൻസിറ്റീവ് ആണ്. താൻ വളരെ ക്യൂട്ടാണ് കേട്ടോ. എന്തു പറ്റി ആരോ നായർ നിനക്ക്? എന്തിനാ നിന്റെ കണ്ണിൽ ഈ കണ്ണുനീര്? ദീപാവലി വന്നു, ദീപാവലി. ഇത് കത്തിത്തീരുമ്പോൾ നീ എനിക്ക് ഒരെണ്ണം കൂടെ തരോ? ഇല്ല ഇല്ല, എന്റെ അമ്മ എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്നതാണ്. ഞാൻ ഇതൊന്നും ആർക്കും തരില്ല. എന്റെ പപ്പ എനിക്ക് പടക്കം തരാറേ ഇല്ല. ഞാൻ എത്ര തന്നെ ചോദിച്ചാലും എന്നെ കടയിൽ കൊണ്ടുപോകാറേ ഇല്ല. അതെ, ഈ മുതിർന്നവരൊക്കെ അങ്ങനെ തന്നെയാ. അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവര് വാങ്ങിത്തരില്ല. അതുകൊണ്ട് എനിക്ക് ആരും കാണാതെ ഒളിച്ചെല്ലാം ശരിയാക്കേണ്ടി വന്നു. എന്നുവെച്ചാൽ അമ്മയും അച്ഛനും കടയിൽ പോകുന്ന സമയത്ത് നമ്മളും അവരോടൊപ്പം അങ്ങ് പോകണം. എന്നിട്ട് അവരോടൊപ്പം കടയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളും വാശി പിടിക്കണം, എനിക്ക് പടക്കം വേണോന്ന് പറഞ്ഞേ. ഇന്ന് ആദ്യമായിട്ട് ഈ തടീനൊരു നല്ല കാര്യം പറഞ്ഞത്. സത്യമാ, ഈ വലിയ ആളുകള് വളരെ വളരെ സ്മാർട്ടാണ്. ഞാനിങ്ങനെ രാഖി ആന്റിയോട് എത്ര റിക്വസ്റ്റ് ചെയ്തതോ എന്നെ എന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവാൻ. പക്ഷെ ആന്റി അത് കേട്ടതേ ഇല്ല. എനിക്ക് രാഖി ആന്റിയുടെ അഡ്രസ് അറിയാം. ഞാൻ ആന്റിയുടെ വീട്ടിൽ ചെന്ന് വെയിറ്റ് ചെയ്യാൻ പോവാ. ആന്റി എപ്പോഴെങ്കിലും അമ്മയുടെ അടുത്തേക്ക് പോകുമല്ലോ. എനിക്ക് രാഖി ആന്റിയുടെ അഡ്രസ് അറിയാം. ഞാൻ ആന്റിയുടെ വീട്ടിൽ ചെന്ന് വെയിറ്റ് ചെയ്യാൻ പോവാ. ആന്റി എപ്പോഴെങ്കിലും അമ്മയുടെ അടുത്തേക്ക് പോകുമല്ലോ. അപ്പൊ ഞാൻ ആന്റിയുടെ പുറകെ പോവും. ഇങ്ങനെ എന്റെ അമ്മയെ കാണുന്നതിന് ആർക്കും തടയാൻ പറ്റില്ല. ആരായി റിപ്പോർട്ട് തയ്യാറാക്കിയേ? ഒരുപാട് തെറ്റുണ്ട്. സാർ, ഇത് സുജിയാണ് ചെയ്തത്. സോറി സാർ, ബട്ട് നന്ദിത മാം ഓഫീസ് വിട്ടുപോയതിനു ശേഷം സുജി വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. ഐ ഗെസ് ഇമ്പോർട്ടന്റ് ആയ എന്തോ ഒരു കാര്യം സുജി അവരോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെന്നാ. ശരി, താൻ പൊയ്ക്കോ. ഓക്കെ. നന്ദിതയെ ജോലിയിൽ വെച്ചതിനൊരു റീസൺ ഉണ്ടായിരുന്നു. ഐ ഹോപ്പ് അവർ ആ റീസൺ കാരണമല്ല ജോലി വിട്ടു പോയത്. ഇനിയാണെങ്കിൽ അക്കാര്യം സുജി പോലും അറിയാൻ ഇടവരരുത്.
ഹലോ, അത് പിന്നെ എനിക്കൊരു പേഴ്സണൽ ഡിറ്റക്റ്റീവിനെ ഹയർ ചെയ്യണമായിരുന്നു. എനിക്കൊരാളെ അന്വേഷിക്കണമായിരുന്നു. ആരെയെന്നോ? ഓ സർ, അത് നന്ദിത സുദേവിനെ. ഹലോ ഹലോ, അയാൾ എന്തിനാ ഫോൺ കട്ട് ചെയ്തത്? ഞാൻ ഈ ഗിഫ്റ്റിനെ പറ്റി നന്ദിതയോട് പറയേണ്ടിയിരിക്കുന്നു. എവിടെയാ ഫോണെന്ന് എടുക്കടോ. മിസ്റ്റി, നിനക്കെന്താ തോന്നുന്നത്? രാഖി ആന്റി അകത്ത് തന്നെ കാണോ? ആഹാ പ്രീതു, നീ വെയിറ്റ് ചെയ്യ്. രാഖി ആന്റി ഉറപ്പായിട്ടുണ്ടാവും. ശരി മിസ്റ്റി, നീ പറഞ്ഞുകൊണ്ട് എന്തായാലും ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. എന്നാലും ഈ ബോക്സിനുള്ളിൽ എന്തായിരിക്കും? മിസ്റ്റി, ഈ രാഖി ആന്റി എന്താ വരാത്തെ? ദിനേശ്, ഈ ഗിഫ്റ്റ് ദിനേശ് ആണോ അയച്ചത്? നന്ദിത സേഫ് ആയിരിക്കോ? ഇനി അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ? പ്രീതു, ഞാൻ വന്നല്ലോ. പ്രീതു, എവിടെയാ നീ? പ്രീതു, പ്രീതു, പ്രീതു. രാഖി ആന്റി വന്നല്ലോ. ഓ ഗോഡ്, നന്ദിത. ആ, എന്റെ അമ്മയുടെ പേര് നന്ദിത തന്നെയാ. വാ വാ, നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം. മിസ്റ്റി, ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവാണല്ലോ. പ്രീതു, നീ എന്താ അന്വേഷിക്കുന്നേ? വളരെ ടെൻഷനിലാണല്ലോ മോളെ നീ. നീ അകത്ത് പോയി റെസ്റ്റ് ചെയ്യ്. ഞാൻ നിനക്ക് ഇഞ്ചിയിട്ട നല്ലൊരു ചായ കൊണ്ടുവരാം. ഓക്കേ? പ്രീതു, എവിടെ പോയതാവും? എങ്ങനെ ഞാൻ അവളെ കണ്ടുപിടിക്കും? അവളെ എനിക്കല്ലാതെ മറ്റാർക്ക് കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല. ഭൂതാണെങ്കിൽ അവൾക്ക് ഒരു പവറും ഇല്ല. വീട്ടിലേക്ക് അവൾ എങ്ങനെ വരും? പ്രീതു, ഒരു ഓട്ടോ പോലും നിർത്തുന്നില്ലല്ലോ. ഓട്ടോ, നിക്ക്, നിക്ക്, ഓട്ടോ, 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 അവിടെ നിക്ക്. ആന്റി, നമുക്ക് പോവാം. ആന്റി, ആന്റി നിക്ക്, ആന്റി നിക്ക്, ആന്റി, ആന്റി ഞാൻ വരുന്നു. ആന്റി നിക്ക്, പോവല്ലേ? ആന്റി, ആന്റി ഞാൻ വരുന്നു. ആന്റി വണ്ടി നിർത്താൻ പറ. പോവല്ലേ? ആന്റി. നന്ദിത, 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 ഞാൻ രാഖിയെ വിളിക്കുന്നേ. വാതിലൊന്ന് തുറന്നേ. നന്ദിത, 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 വാതിൽ തുറക്കാൻ. നന്ദിത,
നന്ദിത